ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. നമ്മൾ മതപരമായി പറയുമ്പോൾ ക്രിസ്ത്യൻസ് ലൈഫിനെ അഗേൻസ്റ്റ് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന എന്നറിയപ്പെടും. അതിനെ ഉൾക്കൊള്ളിച്ചാണ് ഈ ഒരു സംഭവം നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അച്ഛൻ നൽകുന്നത് കുർബാനയാണ്. അപ്പം ഈ കുർബാന കൊടുക്കുമ്പോഴത്തേക്കും അത് സ്വീകരിച്ച് നമ്മൾ സ്വീകരിച്ച് പോകാൻ പതിവ്. അപ്പോഴത്തേക്കും ഈ ഒരു ഒസി എന്ന് പറയുന്നത് നമ്മൾ ഗോതമ്പും വെള്ളവും ചേർത്ത് ഉണ്ടാക്കുന്ന അച്ചിലിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നമ്മൾ മതപരമായി ക്രിസ്ത്യൻസ് ലൈഫിൽ മതപരമായി യൂസ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഇത് നമ്മൾ പള്ളി മുഖാന്തരമുള്ള ലെറ്ററോ കാര്യങ്ങളൊക്കെ വെച്ച് മാത്രമേ നമുക്കിത് വാങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് 1 കിലോ 2 കിലോ 1/2 കിലോ എന്ന പ്രോസസ്സിൽ ഇത്ര എണ്ണം വെച്ച് കിട്ടും. അത് ഓരോ മഠങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് നിർമ്മിക്കുന്നത്. ബൈബിളിൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എന്നെ തന്നെ എൻ്റെ ശരീരമാണ് ഭക്ഷിക്കുന്നത്, എൻ്റെ രക്തമാണ് പാനം ചെയ്യുന്നതെന്നാണ് ബൈബിളിൽ പറയുന്നത്. നമ്മുടെ ഈസ്റ്റർ ടൈമിൽ പെസഹ വ്യാഴാഴ്ച മൗണ്ടി ടെസ്റ്റ് എന്നൊക്കെ പറയും, അന്ന് ആചരിക്കുള്ളൂ. അതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഉത്ഭവ ദിവസം എന്ന് വെച്ചാൽ ആരംഭം എന്ന് പറയുന്നത്. അപ്പം അന്ന് നമ്മൾ ദുഃഖവെള്ളിക്ക് മുന്നേ തലേദിവസം കർത്താവ് തൻ്റെ ശരീരവും രക്തവും ലാസ്റ്റ് സപ്പറിൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, അത് ഡിവൈഡ് ചെയ്ത് അപ്പം മുറിച്ച് 12 ശിഷ്യന്മാർക്കും അതുപോലെ വീഞ്ഞും അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. അതാണ് കുർബാനയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. കുർബാന സ്വീകരിക്കുന്നത് വെച്ചാൽ നമ്മൾ മാമോദീസ സ്വീകരിച്ച എന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വൽ മാമോദീസ സ്വീകരിക്കുന്നു. അപ്പോൾ അവൻ ക്രിസ്ത്യാനിയായി മാറുന്നു. അതിനുശേഷം അവൻ്റെ ടീനേജ് പ്രായം വരുമ്പോൾ അവൻ കൺഫെഷൻ ചെയ്യും. കൺഫെഷൻ മീൻസ് കുമ്പസാരിക്കുകയും അതുപോലെ ആദ്യ കുർബാന സ്വീകരിക്കുകയും സ്ഥൈര്യലേപനം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അവനൊരു ക്രിസ്ത്യാനിയുടെ പൂർണ്ണതയിൽ എത്തുന്നത്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. ഓരോ പള്ളികളിലും നമ്മൾ വലിയ വലിയ പെരുന്നാൾ സമയത്തോ അല്ലെങ്കിൽ വലിയ വലിയ പള്ളികളിൽ ഒത്തിരി ആൾക്കാർ എത്തുന്ന പള്ളികളുണ്ട്, തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ പോലെ. അവിടെയുള്ള സാഹചര്യങ്ങളിൽ പള്ളിയിൽ അച്ഛൻ കുർബാനയ്ക്ക് മുന്നേ വിളിച്ച് പറയും, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ മാമോദീസ സ്വീകരിച്ചവരും കുമ്പസാരിച്ചവരും കുർബാന സ്വീകരിച്ചവരായിട്ടുള്ള ആൾക്കാർ മാത്രം സ്വീകരിക്കാവുന്ന എടുത്ത് പറയാറുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഇതിപ്പം ഈ ഒരു പള്ളിയിൽ ആദ്യമേ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരു പയ്യൻ വരുന്നു, അച്ഛൻ വന്ന് കുർബാന സ്വീകരിക്കുന്നു. അപ്പം കുർബാന സ്വീകരിച്ച് പുള്ളി നാവിലൂടെ മൊത്തത്തിൽ നമ്മൾ ഉള്ളിലേക്ക് ഇറക്കുന്നില്ല. അതിനപ്പുറം തന്നെ പള്ളിയിൽ ഇത് കടിച്ചു പിടിച്ച ശേഷം തിരിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്കും അച്ഛനത് ഐഡൻറ്റിഫൈ ചെയ്തു, അച്ഛനത് തിരിച്ച് വിളിച്ചത് മേടിച്ചു. ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രിസ്ത്യൻസ് ലൈഫിന് അഗേൻസ്റ്റ് നിൽക്കുന്ന ഒരു ടീംസാണ് ബ്ലാക്ക് മാസ് കറുത്ത കുർബാന എന്നൊക്കെ പറയും. പലർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയസ് ഇല്ല. ആക്ച്വലി എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതിനെപ്പറ്റി എന്നോട് ചോദിച്ചിരുന്നു എന്താ സംഭവം. അതുകൊണ്ട് എനിക്കിത് വ്യക്തിപരമായിട്ട് എനിക്കത് മൊത്തത്തിൽ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയില്ല തിരക്കുകളുണ്ട്. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബ്ലാക്ക് മാസ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ വെഞ്ചരിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വെച്ച ഓസ്തി ആണ് നമുക്ക് സ്വീകരിക്കുന്നത്. അത് നമ്മൾ നാവിൽ സ്വീകരിച്ച ശേഷം അത് കളക്ട് ചെയ്ത് ഇതുപോലുള്ള ആൾക്കാർ കളക്ട് ചെയ്തിട്ട് അവരുടേതായ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോയി ആ വിശുദ്ധമായ വസ്തുവിനെ അവഹേളിക്കുകയും വളരെ വൾഗറായി യൂസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു അതിനുവേണ്ടിയാണ് അവരത് അങ്ങനെ യൂസ് ചെയ്യാറ് എന്നാണ് നമ്മുടെ നോർമലായിട്ട് ഞാൻ പഠിച്ചിരിക്കുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. അപ്പം അതിന് വലിയ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്, വലിയ ഒത്തിരി പൈസ കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഓസ്തി തന്നെ അവർക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് ഡൗട്ട് വരും. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് വെഞ്ചരിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ച ഓസ്തിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അവർക്ക് യൂസ്ഫുള്ളായിട്ട് വേണ്ടത്. അതേ അവർ യൂസ് ചെയ്യുള്ളൂ. അപ്പം ഇത് നമ്മൾ വൈദികർക്കോ മറ്റ് കാസ്റ്റപരമായി നിൽക്കുന്ന ആൾക്കാർക്കോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രമക്കേടുകൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ റിക്കവർ ചെയ്യാവുന്ന ഓപ്ഷൻ മാത്രമാണ്. ഇത് കേരളത്തിൽ പൊതുവെ കുറവാണ്, ഉണ്ടാകാം. കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലൊക്കെ ഒത്തിരി ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. നമ്മളിൽ പലർക്കും ഇതിനെപ്പറ്റി ഗഹനമായിട്ട് അറിയില്ല. മതപരമായി ആണെങ്കിൽ പോലും അതിനെപ്പറ്റി ഗഹനമായിട്ട് അറിയാത്ത ആൾക്കാരുണ്ട്. ഇതാണ് സംഭവം. നമ്മളൊരിക്കലും ഒരു മതത്തെ നമ്മൾ ഇപ്പം കാസ്റ്റും റിലീജിയനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു മതത്തെ താഴ്ത്തിക്കെട്ടാനോ ശ്രമിക്കാൻ പാടില്ല. ഓരോ വിശ്വാസികൾക്കും ഓരോ മതത്തിനും അവരുടേതായ വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അനുഷ്ഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ഒരു മതത്തിനെയും കൂടുതലായിട്ട് നമ്മൾ അഡിക്റ്റായി ചെയ്യുക എന്നല്ല. നമുക്ക് നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്, നമ്മൾ നമ്മുടെ ഓരോ പള്ളികളിലും അമ്പലങ്ങളിലും ഇതുപോലെ മോസ്കുകളിൽ പോകുന്നത് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പറയാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഒക്കെ ഒരാൾ കേട്ടിരിക്കുക എന്ന ഉദ്ദേശത്തിൽ നമ്മൾ പോകുന്നതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മതപരമായ കാര്യങ്ങൾ ലിറ്ററലി എല്ലാവർക്കും വേണ്ടി മെയ്ഡ് ചെയ്യപ്പെട്ടാണ് എന്ന് വെച്ചാൽ നിർമ്മിക്കപ്പെട്ടതാണ് മതം എന്ന് പറയുന്നത്. മനുഷ്യൻ തന്നെ നിർമ്മിച്ചു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഓരോ മതത്തിനും അവരുടെ വിശ്വാസവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ അഗെയിൻസ്റ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരുണ്ട്. അതാണ് കൂടുതലും ഇങ്ങനെ ഫോക്കസ് ചെയ്യാൻ കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് എത്രത്തോളം കറക്റ്റാണോ എന്ന കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ എൻ്റെ അറിവ് വെച്ച് പറഞ്ഞാണ്. എൻ്റെ തെറ്റുകളും മറ്റും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇതിനെപ്പറ്റി ഇതിനേക്കാൾ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിങ്ങനെയല്ല എന്നൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എനിക്കും അത് വളരെ ഒരു ഉപകാരമായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.